ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എത്രമാത്രം സ്നേഹമുണ്ട്. ആ ഒരാൾ റിയലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അതോ നിങ്ങളെ ചതിക്കാനാണോ എന്നൊക്കെ ഉള്ളത് റീഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ആരെയാണോ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, ആ ഒരാളുടെ എനർജി കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണുക. നിങ്ങൾക്ക് മാച്ചാണെന്ന് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ എനിക്ക് ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. റൈറ്റ് ആൻസർ. ഒരു വ്യക്തിക്ക് മനസ്സിൽ കാണുന്ന ആ ഒരു വ്യക്തിക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്, റിയലാണോ? ജഡ്ജിമെൻ്റാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ഉള്ള ഒരു കർമ്മയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വന്നത്. അപ്പം മുൻജന്മത്തിലെ എന്തോ ഒരു ബന്ധം ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് ഒരു
ഈ കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമുള്ള ദൈവികമായൊരു കണക്ഷൻ, ഒരു അനുഗ്രഹമുള്ളൊരു കണക്ഷനാണ്. മുൻ പൂർവ്വജന്മത്തിൽ നിങ്ങൾ തമ്മിലുള്ള കർമ്മ തീർക്കാനായിരിക്കും ഈ ജന്മത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്നാണ് കാണപ്പെടുന്നത്. അപ്പം ആ ഒരു കർമ്മക്കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ. അപ്പം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷനാണ് ആ വ്യക്തിയുടെ ഇമോഷനാണെന്ന് അറിയത്തില്ല. പലതരത്തിലുള്ള നഷ്ടങ്ങളും എല്ലാം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പുറകിലായിട്ട് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ട് എന്നാണ് കാണുന്നത്. പല പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ബന്ധം പിരിഞ്ഞു പോയി കാണുമായിരിക്കും. ഒരു ഡാർക്ക് സൈഡ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ പിരിഞ്ഞു പോയ വ്യക്തികളുമായിരിക്കാം ഈ ബന്ധത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പലതരത്തിൽ ഒരു ബ്രേക്കപ്പ് ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് എനിക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷകരമായ ഒരു ജീവിതം ഇതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ കരിയറിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഈ സമയം ഉണ്ടാകാൻ പോകുന്നു. ആ ഒരു ബന്ധം തിരിച്ചു വരുന്നു. പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം പുതിയ സ്നേഹം, പഴയതെല്ലാം മറന്നിട്ട് പുതിയൊരു സ്നേഹമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് കണ്ടു, നിങ്ങളൊരു കിങ്ങിൻ്റെ എനർജിയിൽ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ വളരെയധികം അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എല്ലാ തെറ്റിദ്ധാരണകളും എല്ലാ കുറവുകളും എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തി വരാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. ആ വ്യക്തി വരികയും ചെയ്യും. എല്ലാം പലതരത്തിലുള്ള ഇമോഷൻസുകൾ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വന്ന് കർമ്മക്കണക്കുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇതെല്ലാം കാരണമാണ് കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. പൂർവജന്മത്തിലെ കർമ്മങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മാറാൻ പോയി പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതെല്ലാം മനസ്സിലാക്കിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. എന്തായാലും ഈ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു കണക്ഷനും കൊണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ഈ ഒരു ജീവിതത്തെ നിങ്ങളൊന്നായി ജീവിക്കണമെന്ന് വിചാരിച്ച് വന്നാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പല മുൻജന്മത്തിൽ ചെയ്ത കുറേ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്.
ഒത്തിരി സ്നേഹം ആ വ്യക്തിയിലുണ്ട്. പിന്നെ നിങ്ങൾ അല്ലാതെയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പല ആൾക്കാരുടെയും കണ്ണുദോഷമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ചില അസൂയക്കാർ, ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ, അവരുടെയൊക്കെ ഒരു പ്രസൻസ് ഈ ഒരു ബന്ധത്തിനുണ്ടായിരുന്നു എന്നും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്കൊരു നല്ല ജീവിതം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നല്ലത് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളത് തിരഞ്ഞെടുക്കുക. നിങ്ങൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കത് വേണോ, ആ ബന്ധം നല്ലതാണോ, ചിത്തയാണോ, നിങ്ങൾക്കത് വേണോ, നിങ്ങൾ തുടർന്ന് ജീവിക്കാൻ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. വരുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ട്. നിങ്ങൾക്ക് മ്യൂച്വൽ കമ്മിറ്റ്മെൻറ്റ്, പരസ്പരം ഒരുപോലെയാണുള്ള സ്നേഹം. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. ഇതുപോലുള്ള സന്തോഷകരമായ ജീവിതം ജീവിക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് റെസനേറ്റ് ആയവർ, ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആവുന്നവർ അത് സ്വീകരിക്കുക. പിന്നെ എനിക്കിഷ്ടമാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്.